ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം 17-ാം തീയതി കർക്കിടകം 1. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് രാമായണ മാസമാണ്. ഈ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് പൊതുവെ ശരീരത്തിന് ബലം കുറയുന്ന മാസമാണ്. ക്ഷീണം നമുക്ക് ഉണ്ടാകുന്ന മാസമാണ്. നമ്മുടെ ദഹന പ്രക്രിയ അത് അത്ര കൃത്യമായി നടക്കാത്ത സമയമാണ്. മഴയുള്ള സമയമാണ്. രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള മാസമാണ് ഈ കർക്കിടക മാസം. ഇടവ മാസത്തിലെ വലിയ മഴയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മഴ, കൃത്യമല്ലാത്ത കാലാവസ്ഥ, ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാലാവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങളാണ്. അതുകൊണ്ട് മലയാളികള് ചില ആചാരങ്ങളും ആചരണങ്ങളും കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളെ മറികടക്കാറുണ്ട്. നമ്മള് കർക്കിടക മാസം പുണ്യമാസമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ ഹിന്ദുക്കള് പലരും ഈ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊരു നിഷ്ഠയായി കണക്കാക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരു ഹിന്ദു മതത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാകാം. കാരണം നമ്മളെ ഒരു കാര്യത്തിനും ആരും നിർബന്ധിക്കാറില്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്കുള്ളത് കൊണ്ടാകാം ഒരു പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കുക, മറ്റു മതസ്ഥര് അവരുടെ മതങ്ങൾക്കനുസരിച്ചിട്ടുള്ള, അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടുള്ള പുണ്യമാസങ്ങൾ അതിൻ്റെ നിഷ്ഠയോടു കൂടി തന്നെ ആചരിക്കും. ഈ മാസങ്ങളിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ പൂർണ്ണമായ വ്രതനിഷ്ഠയിലിരിക്കണം, ഭക്ഷണത്തിന് നിഷ്ഠ വരുത്തണം. ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു മതസ്ഥര് കൃത്യമായി അവരവരുടെ മാസങ്ങളിൽ ചെയ്യാറുണ്ട്. ഹിന്ദുക്കളെ അപേക്ഷിച്ചിട്ട് നോൺ വെജിന്റെ ഉപയോഗം കൂടുതലുള്ളത് ആർക്കാണ്? മറ്റു മതസ്ഥർക്കാണ്. കാരണം അവരുടെ വിശേഷ ദിവസങ്ങൾ, അവരുടെ വിവാഹങ്ങൾ, ഇവയ്ക്കൊക്കെ തന്നെ അവര് നോൺ വെജ് ധാരാളമായിട്ട് ഉപയോഗിക്കും. പക്ഷേ പണ്ട് മുതലേ നമ്മൾ ഹിന്ദുക്കള് നമ്മുടെ വിശേഷ അവസരങ്ങളിലൊന്നും തന്നെ നോൺ വെജ് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഫലമായിട്ട് പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാറുണ്ട്. എങ്കിലും പൊതുവെ പണ്ട് മുതലേ നമ്മൾ അങ്ങനെ ഒരു ശീലം നമുക്കില്ല. എങ്കിൽ പോലും അപ്പൊ നമുക്ക് നോൺ വെജിന്റെ ഉപയോഗം ശീലമില്ലാത്ത മനുഷ്യരാണ്, അധികമായി നമ്മൾ ഉപയോഗിക്കാത്ത മനുഷ്യരാണ്. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള മാസങ്ങളിൽ നോൺ വെജ് ഉപയോഗിക്കരുത് എന്ന ഒരു നിഷ്ഠ അത് നമ്മൾ പാലിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ അവര് പോലും അവർക്ക് ഇന്ന മാസങ്ങളിൽ ശുദ്ധാഹാരത്തിൽ ഇരിക്കണം എന്ന ഒരു നിഷ്ഠ അവർക്കുണ്ടെങ്കിൽ അവരത് കൃത്യമായി പാലിക്കും. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം തന്നെ ചിന്തിക്കുക. എന്തായാലും കർക്കിടക മാസത്തിലെ ആചാരങ്ങൾ ഓരോ ദേശത്തിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് എല്ലാ ജില്ലകളിലും പെട്ട ആളുകള് അവർക്ക് പൊതുവായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഓരോരുത്തരും അവരുടെ ദേശത്തിനനുസരിച്ചിട്ടുള്ള ആചരണങ്ങൾ ചെയ്തു കൊള്ളുക. എങ്കിലും പൊതുവായി നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്.
വീടും പരിസരവും ആദ്യം തന്നെ വൃത്തിയായി സൂക്ഷിക്കണം. ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന കാലമാണ്. പൂർണ്ണമായ വെജിറ്റേറിയൻ ഭക്ഷണം ഈ ഒരു മാസം ശീലിക്കണം. അങ്ങനെ ശീലിക്കണം നമ്മൾ. അത് നമ്മുടെ ദഹന പ്രക്രിയ, നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ രോഗാവസ്ഥകൾ, ഇതിനെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു മാസം ഞാൻ നോൺ വെജ് ഉപയോഗിക്കുന്നില്ല എന്ന ഒരു തീരുമാനം നമ്മൾ എല്ലാവരും എടുക്കണം. കൃത്യമായ നാമജപം അത് ശീലമാക്കണം. രാവിലെ എഴുന്നേറ്റ് സൂര്യദേവനെ പ്രാർത്ഥിക്കണം. എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കണം. അത് ശരീരത്തിന് ബലം നൽകും, ബുദ്ധിക്ക് ഉണർവ് നൽകും. രാവിലെയും വൈകുന്നേരവും വിളക്കു തെളിയിച്ച് നാമം ജപിക്കുവാനായി ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഭഗവാന്റെ മുമ്പിൽ നിന്ന് രാമരാമ എന്നെങ്കിലും ഒന്ന് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൂര്യഭഗവാനെ ഈ ഒരു മാസം കൃത്യമായി പ്രാർത്ഥിക്കണം. ഭഗവാനെ നോക്കി കൈകൂപ്പി തൊഴുതു തന്നെ പ്രാർത്ഥിക്കണം. ഈ ഒരു മാസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത് പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ശീലമായിട്ട് തീരും. കഴിയുന്ന എല്ലാവരും രാമായണം പാരായണം ചെയ്യണം. രാവിലെ ചെയ്യണോ വൈകുന്നേരം ചെയ്യണോ എന്നൊരു ചോദ്യം വരും. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ചെയ്തു കൊള്ളുക. മാധവത്തിലൂടെ എന്തായാലും എല്ലാ ദിവസവും രാമായണം കഥാരൂപത്തിൽ പറഞ്ഞു തരും. കർക്കിടകം 1 മുതൽ കർക്കിടക മാസം തീരുന്നത് വരെ എല്ലാ ദിവസവും നമ്മൾ ഭാഗവതം പറഞ്ഞതുപോലെ രാമായണം കഥാരൂപത്തിൽ പറയും. നിങ്ങൾ എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് അന്നന്നത്തെ കഥകൾ കേൾക്കണം. അഥവാ ആ ദിവസം കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും കേൾക്കണം. രാമനാമം ജപിക്കണം, അത് നിർബന്ധമാണ്. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുക. സൂര്യദേവനെ പ്രാർത്ഥിക്കുക. ദാനം, പുണ്യപ്രവർത്തികൾ എന്നിവ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് വളരെയേറെ ഫലം നൽകും. പ്രത്യേകിച്ച് ഈ മാസം 2 നേരം കുളിച്ച് വിളക്കു തെളിയിച്ച് നാമം ജപിക്കണം. കഴിയുന്ന എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തണം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം ചെയ്യണം. അതായത് ഈ ഒരു മാസമെങ്കിലും നിങ്ങൾ ഭഗവാന്റെ കൂടെ ഒന്ന് ഇരുന്നു നോക്കും. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പിതൃക്കളെ പ്രീതിപ്പെടുത്തണം. പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കണം. ആത്മീയമായ വളർച്ചയ്ക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ്. ശാരീരികമായി ബലം വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല കാലമാണ്. ശരീരത്തിന് ബലം നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. സസ്യാഹാരം ശീലിക്കുക. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹം നേടുക. ഈ മാസം എന്ത് പുണ്യകർമ്മം ചെയ്താലും അതിന് ഫലമുണ്ടാകും. ഇനി പാപമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലവും ലഭിക്കും. അതായത് ഈ മാസം നിങ്ങൾ പുണ്യം ചെയ്താൽ ആ പുണ്യത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇനി പാപമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും പാപങ്ങൾ ചെയ്യാതെ പുണ്യം ചെയ്യാനായി ശ്രദ്ധിക്കുക. പശുക്കളെ പൂജിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഓരോ ദേശത്തിനും അനുസരിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക. രാത്രിയിൽ കിടക്കാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ അടുക്കളയിലുള്ള നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് ആ പാത്രങ്ങൾ അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കിയ പാത്രങ്ങൾ ഇവയെല്ലാം തന്നെ കഴുകി കമത്തി വെക്കുക. ഒരിക്കലും തലേ ദിവസത്തെ ഭക്ഷണ പദാർത്ഥങ്ങളോടുകൂടി അഴുക്കായി അടുക്കള ഇടാൻ പാടില്ല. രാത്രി കാലങ്ങളിൽ ചിലര് അങ്ങനെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകാം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അടച്ചും അല്ലെങ്കിൽ സിങ്കിൽ വാരി ഇട്ടിട്ടും ഒക്കെ കിടന്നുറങ്ങും. അത്
പാടില്ല. പൂജാമുറികളും നമ്മുടെ മറ്റു മുറികളും എല്ലാം തന്നെ വളരെ വൃത്തിയായി ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുക. വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളയുക. വലിച്ചുവാരി വീടും പരിസരവും ഇടരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. കാക്കകൾക്ക്, പ്രാവുകൾക്ക്, മീനുകൾക്ക്, പശുക്കൾക്ക്, ഉറുമ്പുകൾക്കൊക്കെ തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരോ പ്രദേശത്ത് ഓരോരോ പക്ഷികൾ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അതാത് പക്ഷികളെ പ്രീതിപ്പെടുത്താനായി ശ്രദ്ധിക്കുക. പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുക. കർക്കിടക വാവു ബലി വരും. എല്ലാവരും വാവു ബലി ഇടുക. കർക്കിടക വാവു ബലി ആരൊക്കെ ഇടണം, ആർക്കൊക്കെ ഇടാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വീഡിയോ കേട്ട് അതനുസരിച്ചിട്ട് ചെയ്യണം. നമ്മളോട്, ഹിന്ദു മതസ്ഥരോട് ആരും ഒന്നിനും നിർബന്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു. പക്ഷെ ആരും നിർബന്ധിക്കാതെ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള മാസങ്ങൾ, കർക്കിടക മാസം, വൈശാഖ മാസം, വൃശ്ചിക മാസം, ഇങ്ങനെയുള്ള മാസങ്ങളൊക്കെ തന്നെ നമ്മുടെ പുണ്യമാസമായി കണക്കാക്കി നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത തലമുറ ഇതെല്ലാം കണ്ടു പഠിക്കും. അങ്ങനെ അവരും കാലക്രമേണ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്പം മുതിർന്ന കുട്ടികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ, ഇതുവരെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതൊന്നും അവർ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ശീലമില്ലെങ്കിൽ, ആദ്യമൊക്കെ അവർ ഒരു പക്ഷെ എതിർക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ അവരോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. പക്ഷെ നിങ്ങൾ കൃത്യമായി ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ അവരോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും, വഴക്കുണ്ടാക്കിയില്ലെങ്കിലും, നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിലും അവർ നിങ്ങളുടെ വഴിയെ വരിക തന്നെ ചെയ്യും. കാരണം എപ്പോഴും ശരിക്കാണ് മുൻതൂക്കം, പുണ്യത്തിനാണ് മുൻതൂക്കം. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള ആളുകളുണ്ട്, അവർക്ക് എല്ലാ ദിവസവും മത്സ്യം കൂട്ടി ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ നോൺ വെജ് നിർബന്ധമാണ്. അങ്ങനെയുള്ള പല വീടുകളുമുണ്ട്. അപ്പോൾ ഒരു മാസം ഞാനിവിടെ നോൺ വെജ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായി എന്ന് വരും. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ അവർക്ക് പാചകം ചെയ്തു കൊടുക്കുക, അവർ കഴിച്ചോട്ടെ. പക്ഷെ നിങ്ങൾ അത് രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, വിളക്ക് തെളിയിക്കുന്നു, നാമം ജപിക്കുന്നു, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, കുളിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നു, വീടും പരിസരവും വൃത്തിയാക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള നോൺ വെജ് ആഹാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ അവരോട് കഴിക്കേണ്ടെന്നോ ഒന്നും നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കഴിക്കുന്നില്ല. വൈകുന്നേരവും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരോടും വഴക്കുണ്ടാക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. അവർ കഴിക്കുന്നെങ്കിൽ അവർ കഴിച്ചോട്ടെ. അങ്ങനെ വളരെ ശാന്തമായി ഈ ഒരു മാസം നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അവരോട് ദേഷ്യം തോന്നാം. എങ്കിലും ആ ദേഷ്യം ഒന്നും കാണിക്കാതെ, ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്, നിങ്ങളുടെ വഴിയെ അവർ വരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ വഴിയെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ അവരെ നിർബന്ധിക്കാൻ പോയാൽ, അല്ലെങ്കിൽ വാശി പിടിച്ചിട്ട് ഞാൻ ഈ ഒരു മാസം ഇതൊന്നും ഉണ്ടാക്കില്ല, ഇവിടെ ആരും കഴിക്കണ്ട, ഇങ്ങനെയൊക്കെ ഒരു നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാശി കൂടും. വീട്ടില് അലശണ്ടകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിർബന്ധിച്ച് ആരെയും നമ്മൾ തിരുത്താൻ നിൽക്കണ്ട. നമ്മൾ മാറുക. നമ്മൾ മാറിക്കഴിയുമ്പോൾ, കുറച്ചു കാലം കഴിയുമ്പോൾ, നമ്മൾ അങ്ങനെ മാറിയത് കൊണ്ട് ആ കുടുംബത്തിന് ചില ഗുണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ
ഇത് ശരിയാണല്ലോ, എൻ്റെ അമ്മ ചെയ്യുന്നത് ശരിയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് ശരിയാണല്ലോ, അതുകൊണ്ട് ഇന്ന ഇന്ന ഗുണങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ടല്ലോ, ഈ ഒരു മാസം ഇവിടെ യാതൊരു വഴക്കും ഉണ്ടായിരുന്നില്ലല്ലോ, എൻ്റെ വീട്ടിൽ ശാന്തതയുണ്ടായല്ലോ, എൻ്റെ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് ഐശ്വര്യം ഉണ്ടായല്ലോ എന്ന ഒരു തിരിച്ചറിവ്. എൻ്റെ ഭാര്യ ഇപ്പോൾ എന്നോട് ഈ ഒരു മാസം വഴക്കുണ്ടാക്കുന്നില്ല, അവൾ വളരെ ശാന്തയാണ്, അല്ലെങ്കിൽ അവളുടെ പ്രാർത്ഥന എന്നെ രക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഭർത്താവിന് തോന്നുമ്പോൾ കാലക്രമേണ അവരും നമ്മുടെ വഴിയെ വരിക തന്നെ ചെയ്യും. പക്ഷെ നിർബന്ധിച്ചാൽ, വഴക്കുണ്ടാക്കിയാൽ അവര് വരില്ല. ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക, എങ്കിൽ മാത്രമേ ദേവതകൾക്കും തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും മാധവത്തിന്റെ കൂടെ ഇരുന്ന് രാമായണത്തിലെ കഥകൾ കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാസം എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യത്തെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, സൂര്യഭഗവാനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ.